അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പക്ഷേ ഞാൻ ഫ്ലാറ്റിലാന്നുള്ള കാര്യം ഇപ്പൊ പബ്ലിസിറ്റി ആയി. ഇപ്പൊ ഒരു ഫ്ലാറ്റിലായിരുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഫ്ലാറ്റിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു? കുറച്ച് ദിവസങ്ങള്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. അത് ചേച്ചി കൊച്ചിയിൽ വരുമ്പോ നിക്കാൻ വേണ്ടി അങ്ങനെ വരും, ഞങ്ങളൊന്ന് കറങ്ങും എന്നൊക്കെ, അങ്ങനത്തെ പരിപാടികളൊക്കെ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ഞാൻ ഈ ആദ്യമൊക്കെ ഷൂട്ടിന് പോകുമ്പോ റൂം എടുക്കത്തില്ല. അത് നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. പകലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് അവിടെ ഫ്ലാറ്റിനുള്ള അങ്ങോട്ട് വരാൻ പറയും. അപ്പാർട്ട്മെന്റ് അപ്പൊ അങ്ങനെ ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് ഇന്നലെ പറഞ്ഞു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്, ഒരു ബാഗ്, ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. പിന്നെ കയ്യിലിടുന്ന വാച്ച്. എന്തൊക്കെ ഡ്രസ്സാന്ന് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ് അതൊക്കെ. അതാണോ ഉദ്ദേശിച്ചത്? എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് വേണ്ടിയിട്ടാണ് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എടേ, വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. ഇറങ്ങി പോടി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.